ഇന്ന് നമ്മുടെ ടോപ്പ് സിംഗർ വേദിയിൽ പ്രേക്ഷകരെ കാത്ത് ഒരുപാട് നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മളൊരു കിടിലൻ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജഡ്ജസിനെ വെൽക്കം ചെയ്ത് തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. ഇനിയും നീ ഉണരില്ലേ, ഒരു പാടി പാടും ഈണം കേട്ടതില്ലേ, പനിനീർ പൂക്കൾ ചൂടി രാവുറങ്ങിയില്ലേ, നെഞ്ചിലൂറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. അറിയാതെ
ചേച്ചി, യെസ്. ഇനി വരാൻ പോകുന്നത് നമ്മുടെ ടോപ്പ് സിംഗറിൽ ഒരുപാട് സംസാരിക്കുന്ന വളരെ കാമായിട്ടുള്ള പക്ഷെ സെൽഫ് ഡിഫൻസ് ഉള്ള ഒരാളാണ് എത്താൻ പോകുന്നത്. ആരാണ് അയാൾ? പാർത്ഥിവ്. യെസ്, വെൽക്കം പാർത്ഥിവ് ഓൺ സ്റ്റേജ്. അയ്യോ, ആരിത്? ഒരു റിട്രോ ആണോ? യെസ്, റെട്രോ ആണ്. ആണോ? റിട്രോ ആണ്. നല്ല രസമുണ്ട്. പക്ഷെ താങ്ക് യു. സൂപ്പർ സുന്ദരനായിട്ടുണ്ട്. സ്വന്തം തോന്നിയോ നിനക്ക്? ഒത്തിരി ഉള്ളൊരു ആഗ്രഹമാണ് കോട്ടൊക്കെ ഇട്ട് നിൽക്കാം. ഓക്കെ. ജയനാണോ? ജയനല്ല, ആ. പ്രേം നസീർ. പ്രേം വണ്ടി പെണ്ണേ, ആ അതാണോ? കുട്ടുമണി ആ? എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കണു. ആണോ? ആ, എന്തൊക്കെയുണ്ട് പാട്ടിന്റെ വിശേഷങ്ങൾ? പാട്ടൊക്കെ നല്ലതായിട്ട് പോകുന്നു. ആ. പിന്നെന്താ, ഉം. പഠിച്ച് അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു. ഇതുവരെയുള്ള പെർഫോമൻസസ് എങ്ങനെ വിലയിരുത്തുന്നു കുട്ടുമണി? നല്ല വിലയിൽ തോന്നുന്നു. എന്തെങ്കിലും മാറ്റം ആദ്യം ഇവിടെ വന്നതിന് കഴിഞ്ഞു ഇപ്പൊ പാട്ട് പാടും എന്തെങ്കിലും ചേഞ്ച്? അങ്ങനൊന്നുമില്ല. ഒന്നുമില്ല, ഇല്ല, അതേപടി അതുപോലെ തന്നെ ഇരിക്കുന്നു. കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നുമില്ല. മാറുന്നില്ല. ഞാൻ അതുപോലെ ഉണ്ട്. Always like me. നീ ഇന്ന് കാമായിട്ടുണ്ടല്ലോ. എന്തോ കുറച്ച് ഉം. കാമാണ്. ഉം. അപ്പൊ അതൊക്കെ ഒരു ഉം. ഒരു മെഡിറ്റേഷൻ ഫീലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓഫ്. ഐ എം ടു കം. മെഡിറ്റേഷന് പറ്റിയ പാട്ടാണോ പാടാൻ പോകുന്നത്? അയ്യോ അല്ല, അതാകുമ്പത്തേക്കും കുറച്ച് ഡിസ്കോ റെട്രോ. ടൂ കാമായിട്ട് മനസ്സ് വെക്കുകയും ഡിസ്കോ കളിക്കുക അതെങ്ങനെ കോട്ട് പറ്റും? കണ്ടാ പറയില്ല കാം പാട്ടാന്ന്. അതെ, മെഡിറ്റേഷൻ ഒക്കെ പറ്റിയ ഒരു ആ, പാട്ടാണ് മെഡിറ്റേഷന് പറ്റിയ പാട്ടാണ് നമ്മള്. പാട്ടൊന്നുമില്ല, പാട്ട് വേറെ ടൈപ്പാണ്. പാട്ട് ഏതാ വലിയ പാട്ട്? ചട്ടികുളങ്ങര ഭരണിനാളി. മെഡിറ്റേഷൻ ആഹാ. എന്തായാലും Meditation, പറ്റും. meditation നമുക്ക് പറ്റിയ try പാട്ടാ. ചെയ്യാം. നമുക്ക് ട്രൈ Best ചെയ്യാം. song. ഞാൻ മെഡിറ്റേഷന് പറ്റിയ പാട്ടല്ല എന്ന് പറഞ്ഞു. അത് ഞങ്ങള് പറഞ്ഞല്ലേ മെഡിറ്റേറ്റ് ചെയ്യാന്ന്. ആ പാട്ടില് മെഡിറ്റേറ്റ് ഒന്നും അല്ല, ആ പാട്ടില് നല്ല ഓളമുള്ള പാട്ടാണ്. ഞാൻ ഓളം ഓളമുള്ള പാട്ട്. ഓളമുള്ള പാട്ടാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കേ അത് പാടാൻ പറ്റുള്ളൂ എന്നാ പറയണേ. അല്ല, ഡാൻസ് ഒക്കെ കളിച്ച് പാടാൻ പറ്റുന്ന പാട്ടാ. ആ, അങ്ങനെ ഡാൻസ് ചെയ്തു. ഉണ്ട്. അപ്പൊ തകർക്കാനുള്ള വരവാണ് അതെ, ഓക്കെ. അല്ലേ? തകർക്കാനുള്ള വരവാണ്. ഉം. ആ അപ്പൊ ലിറിക്സ്, ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സാർ, മ്യൂസിക് അർജുനൻ മാസ്റ്റർ, പാടിയത് പാടിയത് യേശുദാസ് അപ്പൂപ്പൻ. യേശുദാസ് അപ്പൂപ്പനോ? ആ, okay, okay. ശരി. Okay, ഏത് വർഷം? വർഷം 1975. വെരി Okay. ഗുഡ്. വെരി ഗുഡ്. സിനിമ സിനിമ സിന്ധു. അപ്പൊ പൊളിച്ചോടാ. ഓക്കെ, തകർത്തിട്ട് ഓൾ വരും. ദ ബെസ്റ്റ്. താങ്ക് യു. ചെട്ടികുളങ്ങര ഭരണിനാളി ഉത്സവം കണ്ടു നടക്കുമ്പോൾ ചെട്ടികുളങ്ങര
ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കടക്കല്ലേ ചെപ്പിവളക്കുലക്കിടയേ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം 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 തേരോട്ടം. ആഹാ. വൗ. ഹായ്. ചിരി നോക്ക്. എല്ലാവരും പറയും ഇവന്റെ ചിരി നോക്കും നല്ല ക്യൂട്ട് ചിരിയാന്നൊക്കെ അല്ല പറഞ്ഞു. കൊള്ളൂല ഒന്നിനും കൊള്ളൂല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ചെയ്യട്ടെ. ആ. നമസ്കാരം സാർ. ഇങ്ങനെയൊക്കെ പാടി കഴിഞ്ഞാൽ ഒരു നമസ്കാരം എങ്കിലും കൊടുക്കണ്ടേ? കൊടുക്കണം. പാട്ട് മാത്രം ആ ഡാൻസ് ആ സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ. ആ ഇടയ്ക്കുള്ള സ്റ്റെപ്പ് അല്ലേ? ഇങ്ങനെ പോയത് അതെന്താണ്? ഇത് ഇവിടെ നിന്ന് കണ്ട ഇതൊക്കെ ടഫ് സ്റ്റെപ്പ്. നമുക്ക് പറ്റത്തില്ല ഇതൊന്നും ഇങ്ങനെ കാണുന്ന പോലെ. ഇതിപ്പോ ഇന്ത്യയിലെ പ്രഭുദേവയ്ക്ക് മാത്രമേ പറ്റൂ. മാത്രമേ പറ്റുമെന്ന് എനിക്ക് തോന്നണേ. ടഫായിരിക്കും. അതുപോലെ ഇടയ്ക്ക് വേറൊരു സാധനം ഉണ്ട്. ഇങ്ങനെ അതെങ്ങനെയായിരുന്നു? ഇങ്ങനെ ആ. ഇങ്ങനെ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെയും ചെയ്യാം, ആ. ഇങ്ങനെയൊക്കെ ചെയ്യാം. അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ താങ്ക് നീ യു. ചെയ്തത്. എന്റെ സ്വന്തം കൊറിയോഗ്രാഫിയാ. മൈ ഗോഡ്, പാട്ടുകാരൻ മാത്രമല്ല കോറിയോഗ്രാഫർ കൂടെയാ. കാര്യമാണ്. ആ ഹമ്മിങ് ഒക്കെ പാടി അങ്ങ് പൊളിച്ചു. താങ്ക് യു അത് കഴിഞ്ഞിട്ട് അവസാനം ഒരു സങ്കടം വന്നില്ലേ? ഓ അപ്പൊ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. താങ്ക് യു സർ. ഞാൻ ഫീലും ആയി. അപ്പൊ അത് കഴിഞ്ഞ് അത് പാടി അവസാനിപ്പിച്ചതിന്റെ പിന്നെ ചെട്ടിക്കുളങ്ങര. ഓ ഭയങ്കര അതിപ്പോ മിക്സ് അത്. ആ. ആദ്യം സന്തോഷം, പിന്നെ പതിയെ വിരഹത്തിലോട്ട് ചെന്നിട്ട് ഒറ്റ ഒരു വിരഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വിരഹം എന്ന് വെച്ചാല് പ്രണയം നശിഞ്ഞു പോയി, അത് എമോഷൻ, അതാണ് വിരഹം. എടേ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ? പ്രണയം നശിഞ്ഞു പോയി. ബ്രേക്കപ്പ്. അതാണ് പ്രണയം നശിഞ്ഞു പോകുന്നത്. അപ്പൊ എന്താ വ്യംജയങ്ങളുടെ എന്താ ചോദിച്ചേ? പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ അത്? എന്നുവെച്ചാൽ ലവ്. 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 അപ്പൊ ലവ് ആൻഡ് അവന് അറിയാത്ത ഒന്നുമില്ല. എല്ലാത്തിനെ പറ്റി നല്ല ധാരണ ഉണ്ട്. അപ്പൊ ലവിന്റെ സമയത്താണ് നമ്മൾ ആദ്യം പറന്ന് കളിക്കുന്നത്. പിന്നെ ബ്രേക്കപ്പിന്റെ സമയത്താണ് നമ്മൾ പതുക്കെ സങ്കടമായിട്ട് പിന്നെ ബ്രേക്കപ്പിൽ മറന്നു കഴിഞ്ഞാൽ ഒറ്റ ഒരു കുതിച്ചുകയറ്റം മേപ്പോട്ട്. അപ്പൊ എനിക്ക് ആ ബ്രേക്കപ്പും അതിന്റെ കുതിച്ചേറ്റവും ഒന്നുകൂടെ പാടിത്തരൂ. കരയണ്ടേ കുറച്ച് കരയണ്ടേ? അതിനോട് ചിരിക്കാൻ പാടില്ല. കരി ഒരാള് ബ്രേക്കപ്പ് ആയതല്ലേ കരി. കരി. ഇമോഷൻ ഇടാതെ ഇമോഷൻ ഇടണ്ട. അപ്പൊ സ്വന്തമായിട്ട് ഇമോഷൻ ഇടണം. What an artist he is. ഇത്ര കൊച്ചിലെ ഇങ്ങനെ പോയി ഒറ്റ കുതിച്ചു കയറ്റം. ഒറ്റ ടേക്ക് ഓഫ് ആണ് അല്ലെ? ടേക്ക് ഓഫ്, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണം. കൂടുതൽ സംസാരിച്ച ഒരറ്റ അടി. കുതിച്ച് ഞാൻ മേപ്പോട്ട് തറ കിടക്കും. അതും പറയാം. നീ സംസാരിക്കുന്നതാണ് രസം കേട്ടോ. ആരും ഒരറ്റ അടി എന്ന് ഞാൻ തിരിച്ചു പറഞ്ഞേ, ഒരറ്റ അടി എന്ന് തിരിച്ചും പറഞ്ഞാൽ മതി. അയ്യോ അങ്ങനൊന്നും പറയാൻ പാടില്ല. അതും അറിയാം അവനെ. വലിയ ആൾക്കാരല്ലേ നിങ്ങളൊക്കെ അങ്ങനെ പറയാവൂ. പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മള് ഫ്രണ്ട്സ് അല്ലേ. ഫ്രണ്ട്സ് ആണെങ്കിലും അതിൻ്റെതായ മാനമര്യാദകളൊക്കെ കീപ്പ് അപ്പ് ചെയ്യണം. മീനുകുട്ടി ഇവനൊരു ത്രികാലജ്ഞാനിയാ, മിടുക്കനാ. സാർ. താങ്ക് യു സാർ. സാർ നമസ്കാരം. നമസ്കാരം. ഞാൻ തോറ്റ് പിൻവാങ്ങി. ഞാനും നമസ്കാരം ഒരുമിച്ച് പറയാൻ വരുന്നു. ഞാൻ തമിഴില് പറയാം. വണക്കം സാർ. വണക്കം വണക്കം. കുമ്പിടുറേൻ. ഭയങ്കര ഉയർന്ന ചിന്തകളുള്ള ആളാ. My brain is developing and developing and developing. And your singing also is developing. Thank you sir. Yes. ഗംഭീരായിട്ട് പാടി മോനെ. Thank you sir. എന്താ ഈ പാട്ടിലൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്? 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ ദാസേട്ടൻ തകർത്തി വെച്ചിട്ടുള്ള പാട്ട് അല്ലേ കുട്ടൻ? എനിക്ക് വയ്യ ഇവനെ കൊണ്ട്. തോറ്റു നമ്മള്. എന്തിനടേ ഇങ്ങനെയൊക്കെ പാടണേ? അതെന്റെ ഒരു സന്തോഷത്തിന്. 1-2 സ്ഥലത്ത് ചെറിയൊരു ടെമ്പോ പോയി, അത്രേ ഉള്ളൂ. Okay. ബാക്കിയെല്ലാം തകർത്തി തരിപ്പണമാക്കി. Thank you sir. Yes, you will go great heights in music. Thank you sir. Okay.
Okay. 4ാം ക്ലാസ്സിൽ തന്നെ ഭയങ്കര മെച്യൂരിറ്റിയും തിരിച്ചൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയാനുള്ള ആ മര്യാദയും ഈസ് ടു ഗുഡ്. താങ്ക് യു സർ. ഹലോ 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 കൊറേ നേരമായല്ലോ മിണ്ടിക്കൊണ്ടിരിക്കുന്നു. മിണ്ടാണ്ടിരിക്കല്. ഓക്കെ. മാർക്കൊന്നും വേണ്ടി? വേണം വേണം. ഞാൻ പറഞ്ഞോളെ ഒരു ടേപ്പ് എടുത്ത് ഒട്ടിച്ചേട്ടാ. വേണ്ട. ഞാൻ എപ്പോഴത്തെ പോലെ ഞാൻ ഇന്നും ഇവിടെ ഗ്ലൂ ചെയ്തിരിക്കും. മാർക്ക് തരാണ്ട് വീണ്ടും പോകില്ല. ഗ്ലൂ ചെയ്തോ? ഗ്ലൂ ചെയ്തു. മാർക്ക് തരാണ്ട് പോകില്ല. നമുക്ക് പോയി ഉറങ്ങിയാലോ? വീട്ടിൽ പോയാലോ? നമുക്ക് മാർക്ക് പറയാണ്ട് പോവാം. അവിടെ നിന്നോട്ടെ. ഇവിടെ ഞാൻ പായ പിടിച്ച് ഇതേ തന്നെ കിടന്നുറങ്ങിക്കോളാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ. ബൈ. ഗുഡ് നൈറ്റ്. ഓക്കെ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്. ഞാൻ കിടക്കാനുള്ള പായ എടുത്തോണ്ട് വരട്ടെ. അതൊന്നും പറ്റില്ല. ഞാൻ അമ്മയുടെ കയ്യിൽ എന്തോ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അമ്മയുടെ കയ്യിൽ നിന്ന് പോയി പായ എടുത്തിട്ട് വരും. അയ്യോ. ഞാൻ ഇവിടെ വന്നിട്ട് തലേനൊക്കെ വെച്ചിട്ട് കൂടുതൽ സംസാരിച്ച ഞാൻ ഈ മാജിക്കൽ ബാൻഡ് എടുക്കും. അതെടുത്ത പ്രശ്നം. എന്നിട്ട് ഇങ്ങനെ കറക്കും. ഇങ്ങനെ കറക്കും. കറക്കിട്ട് എന്താ പറയാ മോനെ? എന്താ പറയാൻ പറഞ്ഞേ? പാർത്ഥിവ് കുട്ടൻ is going to be awarded 100 on 100 today. ഒരു മധുര പൂമഴ വരട്ടെ. ഇതെന്തൊരു എക്സൈറ്റ്മെന്റ്! അയ്യോ ഇവരെന്തോ പറ്റി. എന്ത് മുട്ടായി ഒക്കെ ചാടി പോകും. പാർത്ഥിവ് കുട്ടാ, എന്താ സാറേ? ഇത്രയും എക്സൈറ്റ്മെന്റ് നിൽക്കുമ്പോ ആ ചെട്ടിക്കുളങ്ങര ഒന്ന് പാടാൻ നോക്കട്ടെ. ആ ഫുൾ എക്സൈറ്റ്മെന്റ് വേണം അല്ലേ? കമാൻ. മീനുകുട്ടി ഡാൻസ് ചെയ്യും. ഉത്സവം കണ്ടു നടക്കുമ്പോൾ ഞാൻ കണ്ടൊരു പുഷ്പമിടിയുടെ തേരോട്ടം 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 തേരോട്ടം. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിടിയുടെ തേരോട്ടം 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 തേരോട്ടം. അപ്പൊ MJ ഞങ്ങൾ ഇനി വരാൻ പോകുന്നത് നമ്മുടെ കോട്ടയത്ത് നിന്നുള്ള ഒരു വായാടി കുട്ടി വരാൻ പോവാണ്. പാട്ടിനെ കഴിഞ്ഞും വർത്താനം കേൾക്കാനായിട്ട് നമ്മൾ നോക്കിയിരിക്കുന്ന ഒരാളാണ് വരുന്നത്. ജുവൽ കുട്ടി. അതെ, വെൽക്കം ജുവൽ കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് ജുവൽ ചേച്ചി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇത് ആബിദയാണോ അതോ മെഹറുന്നീസയാണോ ആരാണോ? പേരില്ലേ? പേര് അതറിയത്തില്ല. ഒരു പേരിട്. ഒരു പേരിട്ടോ. ആയിഷ. ഫാത്തിമ. പാത്തു. പാത്തു. നല്ല സുന്ദരി ഉടുപ്പ്. താങ്ക് യു. നല്ല രസമുണ്ട് കാണാൻ. ഇതെങ്ങനെ ഒപ്പിച്ച്? ഇത് ഞാൻ മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ചതാ. അപ്പൊ എങ്ങനെയുണ്ട് ഇത് ഇട്ടിട്ട്? എങ്ങനെയുണ്ട്? എനിക്ക് നല്ല ഇഷ്ടം ഈ പർദ്ദ, മറ്റേ അറബിക്. ഇതാണ് എന്റെ ഫേവറേറ്റ് അറ്റയർ. ഓ ഇതാണ് ഫേവറേറ്റ്. എനിക്ക് അറബി പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പഠിച്ചോ? എന്നിട്ട് പഠിച്ചോ? നോക്കിയോ? പഠിക്കാൻ ഇച്ചിരി പാടാ. ഓക്കെ. പക്ഷെ അറബിയില് 0 എന്ന് എഴുതാൻ എളുപ്പാ. അത് എളുപ്പാണ്. എന്താന്ന് പറഞ്ഞ ഒരു കുത്താണ്. എനിക്ക് 1 to 10 നമ്പേഴ്സ് അറിയായിരുന്നു. ഇപ്പൊ അറിയാം. മറന്നുപോയി. അറബിയില് വാഹത്ത് എന്ന് വെച്ചാ എന്താന്നറിയോ? 1 ഇത്നൈൻ 2. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് കാരണം ഇങ്ങനെ ഓർഡറിൽ പറഞ്ഞോണ്ട്. മീനുട്ടിക്ക് അവിടെ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും അല്ലേ? പിന്നല്ലാതെ നമ്മളിവിടെ നല്ല നമ്പർ. എനിക്ക് ഈ അൽഫാം കുബൂസ് ഇതൊക്കെയാണ് അറബിലാണ്. മാഫി മുഷ്കിൽ. മറ്റേ ഞാൻ പറഞ്ഞില്ലേ അന്ന് മരുഭൂമിയിലാണ് സിനിമ, അതിനകത്തൊരു ഡയലോഗ് ഉണ്ടല്ലോ, മാഫി ഫുലൂസ് മാഫി മുഷ്കിൽ. മാഫി മുഷ്കിൽ അല്ലേ? മാഫി മുഷ്കിൽ. ഓക്കെ. നോ മണി നോ പ്രോബ്ലം. ഓ അത് താങ്ക് യു അല്ലേ? ശുക്രൻ താങ്ക് യു. അപ്പൊ താങ്ക് യു ഫോർ ഓൾ ദീസ്. അപ്പൊ നമ്മുടെ പാട്ട് ഏതാണ്? നമ്മുടെ പാട്ട് വടക്കു നിന്നു പാറി വന്ന വാനം പാടി. വടക്കു നിന്ന് പാറി വന്ന വാനം പാടി. ഓ നല്ലൊരു പാട്ടാണല്ലേ? ഡീറ്റെയിൽസ് മ്യൂസിക് ബോംബെ രവി സാർ, ലിറിക്സ് യൂസഫ് അലി കച്ചേരി സാർ, പാടിയത് യേശുദാസ് സാറും ചിത്രാമ്മയും. കേച്ചേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഗുരുവായൂരിന്റെ അടുത്ത്.
അവിടെയാണ് അദ്ദേഹത്തിന്റെ ഇടം. അതുകൊണ്ടാണ് കേച്ചേരി എന്ന് പറയുന്നത്. അപ്പൊ യൂസഫ് അലി കേച്ചേരി. ആ യൂസഫ് അലി കേച്ചേരി സാർ. പിന്നെ പാടിയത് യേശുദാസ് സാറും ചിത്രാമ്മയും. മൂവി ഗസൽ. പിന്നെ വർഷം 1993. 1990. സബാഷ്. താങ്ക് യു. അടിപൊളി. അപ്പൊ പാത്തുക്കുട്ടി എന്തോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അടിപൊളിയായി പാട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ജുവൽ കുട്ടി എന്തോ എന്ത് എൻജോയ് ചെയ്തിട്ടാ പാടുന്നേ. ആ ഇന്റർലൂഡില് നമ്മുടെ ബാൻഡ് വായിച്ചതൊക്കെ അതിന്റെ കൂടെ അവള് നിന്ന് ഇങ്ങനെ ഡാൻസ് ചെയ്ത് ആടി പാടി എൻജോയ് ചെയ്ത് കൂളായിട്ട് പാടി. താങ്ക് യു ശരിക്കും ഒരു ജുവലാണ് അല്ലേ? ജുവലാണ്. റിയൽ ജുവൽ. താങ്ക് യു സർ. ഒന്നും പറയാനില്ല വേറെ ഒന്നുമില്ലേ? ഒന്നുമില്ല പറയാൻ. പെർഫെക്റ്റ് സത്യം. പെർഫെക്റ്റ് ഷോട്ട്. അയ്യോ, ഇനി എന്ത് ചെയ്യും? എന്ത് പറയാനാ അതിലും ഏത്? ഒരു 6 ആണ് 6. അതെ. ഒരൊറ്റ അടി 6 ബൗണ്ടറിക്ക് വെളിയിൽ. ഓ അല്ല ജുവലിന് എന്തെങ്കിലും തോന്നിയോ പാടിയത്? സാധാരണ പാടുന്നതിനെക്കാട്ടിൽ ഇച്ചിരി കോൺഫിഡന്റ് ആ അതാണ് ആ ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ പെർഫെക്റ്റ് ആയി നടത്തും. യെസ് അല്ല, ഇത്ര ഒരു ചെറിയ സമയത്ത് ഇത്രയും ഇമ്പ്രൂവ്മെന്റ് വന്നില്ലേ? അതെ. അതാണ്. ഇപ്പം എത്ര പെർഫോമൻസസ് ആയി? ഇത് 4ാമത്തെ. നാലാമത്തെ പെർഫോമൻസിൽ യു നെയിൽഡ് ഇറ്റ്. അതാണ്. താങ്ക് യു സർ. ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ജുവൽ കുട്ടി. ആ ഫസ്റ്റത്തെ പെർഫോമൻസ് സെക്കൻഡ് തേർഡ് കഴിഞ്ഞ് ഫോർത്ത് എത്തിയപ്പോഴത്തേക്ക് അത് കാണാനുണ്ട്. ആ The most സ്റ്റേജ് important thing is അത് എൻജോയ് ചെയ്ത് പാടി. യെസ് എന്താണോ പാട്ടിന്റെ മൂഡ് വേണ്ടത് അത് ശരിക്കും മനസ്സിലെടുത്ത് ശരിക്കും അങ്ങനെ എൻജോയ് ചെയ്തു. MJ സാറിന്റെ മറ്റേ മന്ത്രം മന്ത്രം. അതാണ് സീക്രട്ട്. റിപ്പീറ്റ് ദ മന്ത്ര. ഇൻവോൾവ് ഇവോൾവ്. യെസ് അത് വർക്ക് ചെയ്തല്ലേ? അതാണ്. ഇതിനെ പറയാൻ സന്തോഷം. ആക്ച്വലി ഈ ഫോമിലേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടം ഇതാണ്. അത് ഇതിനൊക്കെ സംഭവിക്കണം. ചെലവുണ്ട് അല്ലേ കുട്ടാ? അത് കാരണം വലിയ ട്രീറ്റ് ഉണ്ട്. ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി അല്ലേ അതെ ഉണ്ണിച്ചേട്ടാ? അതെ. കുറച്ച് കഴിഞ്ഞിട്ട് സമയം പറയാം. അപ്പോഴത്തേക്ക് ചെലവ് അത് അപ്പൊ പറയാം. മൂന്നാളെയും ട്രീറ്റ് ചെയ്യണം. മൂന്നാളോ? എനിക്ക് മൂന്നാളെയോ? മീനുവിനെ നമുക്ക് എന്തായാലും ഉണ്ട്. ഒരു 3-4 ബിരിയാണി മതി, വേറെ കൂടുതലൊന്നും വേണ്ട. ബിരിയാണി ഓഫ് കോഴ്സ്. അവിടെ KFC ആയാലും വാങ്ങിച്ചു തരാം. അയ്യോ KFC എനിക്ക് താല്പര്യമില്ല, ഈ ബിരിയാണിയാണ് താല്പര്യം. എന്തിനാ വേണേ KFC വാങ്ങിച്ചു തരാമേ. ഇതുവരെയായിട്ട് പക്ഷെ അമ്മ മിനിസോയില് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അല്ലല്ല ബ്രേക്കിന് പോകുമ്പോ എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞു. ബ്രേക്ക് ആയില്ല, അപ്പൊ അതുകൊണ്ടാണ് കൊണ്ടുപോകാൻ. അതുകൊണ്ടാ കൊണ്ടുപോവാൻ. എന്നോട് പറഞ്ഞു പോകുന്ന വഴി കൊണ്ടുപോവാന്ന് പറഞ്ഞു. മറ്റേ ഫോറം മാളില്ലേ, അതാകുമ്പോ എനിക്ക് മറ്റേ ബുക്ക് സ്റ്റോർ ക്രോസ് വേർഡ്സിൽ കയറാം. നമുക്ക് രണ്ടും കൂടെ ഒരു ദിവസം പോവാമോ? അയ്യോ ഞാനും വരുന്നു. കൊണ്ടുപോട്ടെ. ഞാനും വരുന്നു. എനിക്ക് നമുക്ക് എല്ലാരും പായോ? മധുവങ്കൾ വരുവാണെങ്കിൽ മധുവങ്കളിനെ കൂടെ അപ്പൊ നമ്മൾ 4 പേരും കൂടെ. ഉണ്ണിസാറോ യെസ്. മധു പുസ്തകം വായിക്കുന്നോ? എനിക്ക് സംശയമാണ് കേട്ടോ. മധു പുസ്തകം കഴിക്കും, ചോദിച്ചു നോക്കാം. വായിക്കായിരിക്കും. മധുവിന് സമയമില്ല. കുഴപ്പമില്ല, പാവല്ലേ, ഇങ്ങോട്ട് വരാം. അപ്പൊ നമുക്ക് 4 പേർക്ക് കൂടെ പോവാം. 4 അല്ല 5. 5 എന്നെ കൊണ്ടുപോവാ. പുസ്തകമേ വായിക്കാത്ത ആളെന്തിനെ കൊണ്ടുപോകണം? മീനൂട്ടി വായിക്കാൻ ഇഷ്ടമല്ല. അത് മീനൂട്ടിക്ക് കുഴപ്പമില്ല, നമുക്ക് മാളിലൊക്കെ കറങ്ങിയിട്ട് പോവാം. സെറ്റ്. ഒറ്റ കണ്ടിട്ട് സൈറ്റ് ഞങ്ങളുടെ വക. ആ ജന്നത്തുൽ ഫിർദൗസ് അല്ലേ? അതെന്നാണ് സ്വർഗമാണ്. സ്വർഗം. ആ സ്വർഗാണ്. ആ സ്വർഗമൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ കറക്റ്റ് വഴിയിലാണെങ്കിൽ നമുക്ക് സ്വർഗത്തെത്താൻ പറ്റും. അതാണ് പാട്ടിന്റെ സ്വർഗത്തിലെത്താൻ പറ്റും. അതാണ് അമ്മയ്ക്ക് ഇഷ്ടമായോ ചോദിക്കണ്ടേ? അമ്മയ്ക്ക് ഇഷ്ടായോ? ഇഷ്ടായി. ഇതിനൊരു സന്തോഷം കാണുന്നില്ലല്ലോ. അതേ സന്തോഷം കൂടിയിട്ട് അതെന്താ നമുക്ക് സന്തോഷമില്ല? മാക്സിമം സന്തോഷം. ഇതാ മാക്സിമം സന്തോഷം. ആണോ? അയ്യോ, ഇവർ രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഇത് ഭയങ്കര എക്സ്പ്രഷൻ. ചേച്ചി വളരെ മിനിമൽ ഇതിന്റെ ആളാണ്. ഇത് എക്സ്പ്രഷൻ ക്വീൻ ആണ്. അതെ. ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ ക്വീൻ ആവുന്നത് പറയണോ? അങ്ങോട്ട് പറഞ്ഞോന്നേ, കുഴപ്പമില്ല. ഭദ്രകാളിയാകുമ്പോഴേ. ഭദ്രകാളി. അയ്യോ ഭദ്രകാളി ആവുമ്പോഴാണ്. ആര് ഭദ്രകാളിയാമോ? അമ്മേ ഭദ്രകാളി എന്ന് വിളിച്ചോ? അതല്ല, അങ്ങനെ ആവും ഇടയ്ക്ക്. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ശരിക്കും ഭദ്രമായിട്ട് കരുതി വെക്കുന്ന ആളാണ് ഭദ്രകാളി. അതുണ്ട്. കൊറേ ഇങ്ങനെ ഇത് ചെയ്യും എന്ന് വെച്ചാല് വഴക്കോ സപ്പോർട്ട് ചെയ്യും എന്ന് വെച്ചാല് ബ്രെഡും ബട്ടറും ഇല്ലേ, അതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇടയ്ക്ക് കുറച്ച് ഇതാവും. അത് ഞാൻ എന്തേലും ഇത് ചെയ്യുമ്പോഴല്ലേ. അതെനിക്ക് മനസ്സിലായി. ഇപ്പൊ എത്ര വയസ്സായി? എല്ലാം മനസ്സിലായി. 10. എത്രാം ക്ലാസ്സിലാ? 6. 10 വയസ്സുള്ള കുട്ടി എങ്ങനെ 6ാം ക്ലാസ്സിലായി? അതിന്റെ അമ്മ വീട്ടില് പിരി കൂടുതലായോണ്ട് എന്നെ കൊണ്ട് ചേർത്തത്. പറഞ്ഞയച്ചാണോ? ചേച്ചി ഇതിൽ ഒരു നാണക്കേട്. കാണുന്ന എല്ലായിടത്തും ഇങ്ങനെ വലിഞ്ഞു കയറും. അതുകൊണ്ട് അമ്മ ശല്യ സ്കൂളിൽ പോട്ടെ. അതാണ് ചേച്ചി നേരത്തെ പറഞ്ഞ മിണ്ടല്ലേ ഒന്നും മിണ്ടല്ലേ. ഞാൻ മനസ്സിലാക്കുന്നു ചേച്ചി. പാവ ചേച്ചി. അല്ല ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഓപ്പറേഷൻ? അല്ല കുഴപ്പമില്ല, ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. ബുക്കുണ്ട്. പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞതിനാണ്. ഒരുപാട് മിണ്ടുമ്പോഴത്തേക്ക് പറഞ്ഞ ഒരു ബുക്ക് കൊടുക്കും. പുസ്തകം കൊടുത്താൽ മതി.
അങ്ങനെയാണ്. അപ്പൊ പുസ്തകം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ലൈബ്രറി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഉണ്ടാക്കുന്നത്. ലൈബ്രറിയിൽ വെച്ചാല് ഞാൻ മിക്ക ബുക്കും വായിച്ച് ഞാൻ റീഡ് ചെയ്തോണ്ടിരിക്കാണ്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഹാരി പോട്ടർ വായിക്കുന്നതല്ലേ പറഞ്ഞേ? അത് റീഡ് ചെയ്തോണ്ടിരിക്കാണ്. ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് 7ാമത്തെ ബുക്ക് പിന്നെയും വായിക്കാൻ. അത്ര നേരം ഉണ്ടായിരിക്കുന്നു. അതെ ശ്ശോ. അപ്പൊ മാർക്കിക്ക് പോണ്ടേ? അതെ, മാർക്ക് വേണ്ടേ? വേണ്ടേ? വേണം. നിൻ ചിരിയിൽ മൊഞ്ചുള്ള കനകനിലാവെന്ന് പാടിയില്ലേ? അവിടെ ചിരിയിൽ ഒരു മൊഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. ആണോ? ആ. താങ്ക് യു. അപ്പൊ അങ്ങനെ പാടിയപ്പോ ആ ചിരി കൂടെ വന്നപ്പോഴത്തേക്കും ആ ലൈനിലും ഒരു മൊഞ്ചുണ്ടായിരുന്നു. താങ്ക് യു ആ, പിന്നെ വളരെ പ്ലസന്റ് ആയിരുന്നു അല്ലേ ഉണ്ണിച്ചേട്ടാ? Yes, yes. വളരെ പ്ലസന്റ്. ഈ പാട്ട് പാടുമ്പോഴത്തേക്കും ശരിക്ക് വടക്ക് നിന്ന് നല്ല പ്ലസന്റ് ആവണം. അത് ഞാൻ പറഞ്ഞല്ലോ, വളരെ എൻജോയ് ചെയ്ത് പാടിയോ. അത് റിതമിക്കോ ആയിരുന്നു. ആ രീതി പാടി മെലഡി എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്തത്. താങ്ക് യു സർ. 10 വയസ്സിലേക്ക് ഇങ്ങനെ പാടാൻ പറ്റുമോ? വലിയ പുള്ളിയാട്ടോ. ശ്ശോ, ചുവല്. സന്തോഷായി. നമുക്ക് മാർക്കിലോട്ട് പോണ്ടേ? ഓക്കെ. Shall I give you 96 out of 100? തൃപ്തിയായില്ല. വേണ്ട. മോശമാണോ? ഇല്ല. അങ്ങനൊന്നുമല്ല. ഇച്ചിരൂടെ ഇല്ല, വേണ്ട, കുഴപ്പമില്ല. ഇഷ്ടമുള്ളതാണ്. ഇഷ്ടമുള്ളത് അയ്യോ, ഞാൻ ചോദിക്കട്ടെ, ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിക്കട്ടെ. ക്യാപ്റ്റൻ, എന്താണ് ഇഷ്ടമുള്ളത്? എനിക്കൊരു +1 ഞാൻ എന്തായാലും ആഡ് ചെയ്യും അതിന്റെ കൂടെ. ഉണ്ണിച്ചേട്ടന് ഇഷ്ടമുള്ളത്? ഞാനാണെങ്കിൽ ഒന്നും കൂടെ ആഡ് ചെയ്യും. 98. 98 ആണ്. ഇനിയിപ്പൊ അതിന്റെ കൂടെ കുട്ടൻ ആഡ് ചെയ്യുമെന്ന് അറിയില്ല. അതെ, ഒന്ന് ആഡ് ചെയ്യും. Add ചെയ്യണം? സബ്ട്രാക്ട് വേണ്ട. ചെയ്യുമോന്നും അറിയില്ല. 0.5 അതൊക്കെ ഉണ്ട് നമുക്ക്. ഒരു 0.5 കൂടെ കൂട്ടണോ അതോ 1 കൂട്ടണോ? അതൊക്കെ കുറയ്ക്കണം. 0.5 കുറയ്ക്കണോ? യു ആർ ദ മാസ്റ്റേഴ്സ്. Dash. എനിക്ക് വയ്യ. ഡിപ്ലോമസി, അതെ അതെ. ഡിപ്ലോമസി ഓഫ് ദി ഹയസ്റ്റ് ലെവൽ. ആ IAS ആവണമെന്നല്ലേ പറഞ്ഞേ? ആ, ആ, കറക്റ്റ്. അതാവും. എന്തായാലും ആവും. താങ്ക് യു. Brilliant girl. സോ ഇന്ന് നമ്മുടെ പാത്തുമ്മയ്ക്ക്, നമ്മുടെ ജുവൽ കുട്ടിക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 98.5 out of 100. താങ്ക് യു സർ. പാത്തുമ്മ ഹാപ്പി അല്ലേ? ഓഫ് കോഴ്സ്. ഓക്കെ ഓക്കെ. അപ്പൊ ബൈ. ഇനി പോയി Bye. ബുക്കൊക്കെ റീഡ് ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വരാൻ പോണം നമ്മളെ ഞെട്ടിക്കാനായിട്ട്. കുറച്ച്. ശിവകാമി, അതെ. ശിവകാമി. ശിവകാമിക്കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ശിവകാമിക്കുട്ടി ഓൺ സ്റ്റേജ്. ഓ, നല്ല ചിരിച്ച് സ്മാർട്ട് കുട്ടിയായിട്ട് വരികയാണ്. ഹലോ ഹലോ. സുഖാണോ? ആണ്. ഭയങ്കര സന്തോഷത്തിലാ. ആ, കഴിഞ്ഞ ദിവസം കലകിലേ? ഉം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു? നല്ല കമന്റ്സ് തന്നെ പറഞ്ഞത്. ആണോ? എന്തൊക്കെയാണ് പറഞ്ഞത്? കേക്കട്ടെ, അങ്കിളും കേക്കട്ടെ. കൊള്ളാന്ന് പറഞ്ഞു, ഉം. അടിപൊളിയായിരുന്നെന്ന് പറഞ്ഞു, ആ, സൂപ്പർ ആയിരുന്നെന്ന് പറഞ്ഞു, ആ, ഇനി നന്നായിട്ട് പാടണമെന്ന് പറഞ്ഞു, ആ. ഇനി 100 മേടിക്കണമെന്ന് പറഞ്ഞു. ആ. 100 മേടിക്കണ്ടേ? ഉം. നമ്മുടെ കുഞ്ഞിന് സെലക്ഷൻ കിട്ടിയത് ആ. ആറ്റിങ്ങൽ MLA വി ജോയ് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. ഓ, സ്പെഷ്യൽ ആണ്. അതെ. അദ്ദേഹം വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അത് എഴുതിയിട്ടുണ്ട്, ഞാൻ കണ്ടിരുന്നു FB-ല്. അപ്പൊ ഏതാണ് പാട്ട്? തരളിതരാവിൽ. വാട്ട് എ സോങ്, മൈ ഗോഡ്. കീരവാണി സാർ അല്ലേ? ഉം. അതാണ്. ചില പാട്ടുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ കുടികൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ല, ഒരു കാരണവശാലും പോവില്ല. ഇവിടെ പാടുന്ന കുറെ അധികം പാട്ടുകൾ ആ രീതിയിലുള്ളതാണ്. പക്ഷെ ഈ പാട്ട് ഇങ്ങനെയാണ്, നമ്മളിങ്ങനെ പിടിച്ച് വലിച്ചിരുത്തും. അതാണ് വെരി ഗുഡ് സെലക്ഷൻ ഓഫ് സോങ്. ഉം. ഇനി അടുത്ത ഡീറ്റെയിൽസ്. സിനിമ സൂര്യമാനസം, ഉം. സംഗീതം എം കീരവാണി, ഉം. വരികൾ കൈതപ്പുറം, വർഷം 1992, പാടിയത് യേശുദാസ്. Wow. ഓ, ഇതിന്റെ ഡയറക്ടർ വിജി തമ്പിച്ചേട്ടനാണ്. ഉം. തമ്പിച്ചേട്ടനാണ് സത്യത്തിൽ എൻ്റെ ജേർണിയിൽ എനിക്ക് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുള്ള ഒരാൾ. ആദ്യത്തെ സിനിമ എനിക്ക് തോന്നുന്നു സത്യമേവ ജയത്തെ, അതാണ് ഉം. തമ്പിച്ചേട്ടനായിട്ട് ചെയ്തത്. അപ്പൊ തമ്പിച്ചേട്ടന്റെ വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ്. മമ്മൂട്ടി സാറിന്റെ വളരെ വ്യത്യസ്തമായ ഒരു മൂവി കൂടെയാണ്. പുട്ടുറുമീസ് എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. ആ, മറക്കാൻ പറ്റത്തില്ല ആ കഥാപാത്രം. 1993 ഫിലിം ക്രിട്ടിക്സ് അവാർഡ് അത് മമ്മൂട്ടി സാറിന് കിട്ടി, മികച്ച അഭിനയത്തിനുള്ള ഈ സിനിമയ്ക്ക് വേണ്ടി. ഇതാ തരളിത രാവിൽ മയങ്ങിയോ സൂര്യമാനസം. നമ്മുടെ കുഞ്ഞു പാടാൻ പോവാ. നന്നായിട്ട് പാടണേ. ആ. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് All the യു. best. Best of luck.
നമ്മളെപ്പോഴും പറയില്ലേ ഹൃദയാർദ്രം എന്നൊക്കെ പറയൂലേ, അതെന്താണെന്ന് ചില സമയത്താണ് ജീവിതത്തിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് മ്യൂസിക്കിന് അത് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ഈ കുഞ്ഞിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഈ പാട്ട് ഒരു അനുഭവമാണ്. പാട്ട് അനുഭവമാകുമ്പോൾ മാത്രമാണ് പാട്ടാവണമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിന് അവൾക്ക് ചിലപ്പം ഇതിലെ സ്വരങ്ങൾ അറിഞ്ഞൂടായിരിക്കും, ഇതിന് നൊട്ടേഷൻ അറിഞ്ഞൂടായിരിക്കും, ലിറിക്സ് എന്താണെന്ന് അറിഞ്ഞൂടായിരിക്കും, ഇതൊന്നും അറിഞ്ഞൂടായിരിക്കും. പക്ഷെ ഇതിനപ്പുറമുള്ള ഒരു ബ്ലെസ്സിങ് ആണ് നമ്മുടെ ശിവകാമിക്ക്. അതാണ് ഈ സ്റ്റേജിൽ വരാണ്ടിരിക്കാൻ പറ്റിയില്ല, അവിടെ ഇരിക്കാൻ പറ്റിയില്ല. എനിക്ക് നടക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഡാൻസ് ചെയ്യുന്നതിന് അപ്പുറം. എന്നാലും അവിടെ നിന്ന് വന്നു. അത് വന്നതിൻ്റെ കാരണം ഇതാണ്, ഇതൊരു അനുഭവമാണ്. ഇപ്പോൾ ടോപ്പ് സിംഗറിൽ ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പുത്തൻ അനുഭവം ഇതാണ് ആർദ്രത. പാട്ടിന്റെ ആർദ്രത എന്ന് പറയുന്നത് ആ ദൂരെ എന്ന് പാടിയത് അവിടെ അതുപോലെ അനുപല്ലവിയുടെ എൻഡിൽ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്നില്ലേ ഒരു ജേണി. ഭയങ്കര യാത്രയാണ്, അതൊരു സംഗീത യാത്രയാണ്. അത് കുഞ്ഞു പോലും അറിയുന്നില്ല ഞാൻ ഈ യാത്രയിൽ ഇവരെ കൊണ്ടുപോകുന്നുണ്ടെന്ന്. അതാണ് അതിന്റെ പ്രത്യേകത, അതാണ് ടാലന്റ്. അവിടെയാണ് ദൈവം നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈശ്വരൻ ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവാത്തത്ര ഞാൻ ഇത് ആസ്വദിച്ചു എന്നുള്ളതാണ് എന്റെ സത്യം, അല്ലേ ഉണ്ണിച്ചേട്ടാ? അമേസിങ്. കണ്ണിലേക്ക് വെള്ളം നിറഞ്ഞു. ശരിക്കും കുട്ടൻ പറഞ്ഞു വളരെ ശരിയാ. അവിടെ ഇരിക്കാൻ പറ്റിയില്ല. അത് കഴിയുമ്പോഴേക്കും ഇവിടെ എത്തണം എന്നുള്ളൊരു ചിന്ത വന്നു. കാരണം ഓരോ നോട്ടും അത്രയും ശ്രദ്ധിച്ച് ആ പ്രോഗ്രഷനിലൂടെ അവൾ യാത്ര ചെയ്യാൻ ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഒരു മിസ്റ്റേക്ക് പറയാൻ പറ്റില്ല, അല്ലേ? അത്രയും പെർഫെക്ഷൻ ടു ദ കോർ, ശ്രുതി ടു ദ കോർ, ശ്രുതിയൊക്കെ ഓൺ ദ ഡോട്ട് ആയിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പാടാൻ പറ്റുമോ? പറ്റുമെന്ന് മോള് കാണിച്ചു, അല്ലേ? കഴിഞ്ഞ റൗണ്ടിലും ഇതേമാതിരി ഒരു പ്രതിഭ കാണിച്ചതാണ് മോള്. ഈ റൗണ്ടിൽ അതിനേക്കാൾ അതിൻ്റെ ഒരു പടി മുന്നോട്ട് പോയി മോള്. ഇതൊക്കെ ശരിക്കും ദൈവ സാന്നിധ്യം ആണ്. ഓൾ ദി ബെസ്റ്റ് മോളെ. ഗോഡ് ബ്ലെസ് യു. കീരവാണി എന്ന മരകതമണി എന്ന MM ക്രീമിനെ ഒരു സല്യൂട്ട് കൊടുക്കണം നമുക്ക്. കാരണം അത്രയും നല്ലൊരു പാട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്. ആ ഒരു പാട്ട് ഈ ഒരു ചെറിയ മോള് ദാസേട്ടൻ അൾട്ടിമേറ്റ് ആയിട്ട് പാടി വെച്ചിട്ടുള്ളൊരു പാട്ട്, അത് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു ഓൺ സ്റ്റേജ്, അല്ലേ? അത് എങ്ങനെ ഇത്രയും നോട്ട്സ് മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടെയാണ് അവളെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ. സർ എനിക്ക് അത്ഭുതം അതിന്റെ ഫീലാണ്. അർത്ഥം എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോന്ന് വരെ അറിയില്ല, എന്നാലും അത് അവിടത്തേക്ക് എത്തി. പാട്ട് തീരുന്നതിന് മുന്നേ നമുക്ക് 3 പേർക്കും ഇങ്ങോട്ടേക്ക് വരാൻ തോന്നുക. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് പോലും ഇല്ല, വരാം അറിയാതെ വന്നു പോവുകയാണ് ശിവകാമി കുട്ടീനെ കാണാൻ വേണ്ടി. ഞാൻ എണീറ്റ് നിൽക്കാമെന്ന് ഉദ്ദേശിച്ചപ്പോഴേക്കും കുട്ടൻ നടന്നു കഴിഞ്ഞു ഇങ്ങോട്ട്. അതെ. ഗോഡ് ബ്ലെസ് യു മോളെ. വീണു തുടങ്ങി. ശിവകാമി കുട്ടി, എനിക്ക് അങ്കിളിന് കൊതിയാണേ. ചരണത്തിന്റെ അവസാനമുള്ള ഹൃദയം നിറയുന്ന ആ വരികളില്ലേ, അതൊന്നുകൂടെ പാടി കേൾപ്പിക്കോ പ്ലീസ്.
അച്ഛൻ വരുന്നില്ല ഇങ്ങോട്ട് ഈ മൊമെന്റ്. എന്ത് പറയണോ അച്ഛൻ? എനിക്കറിയാം ആ അച്ഛൻ്റെ മനസ്സെന്താണെന്ന്. കാരണം എനിക്കും അതുപോലെയാണ്. ഞാനും അതേപോലത്തെ മനസ്സിലാണ് ഞാനിവിടെ നിൽക്കണേ. ഇപ്പൊ നമ്മളെല്ലാവരും ഇങ്ങനെ കണ്ണു നിറഞ്ഞു പോകുന്നതാണ് തോന്നുന്നത്. ആ രീതിയിലാണ് മോള് പാടിയിട്ടുള്ളത് അല്ലേ? അല്ലേ? സന്തോഷം. ഒരു നേരമെങ്കിലും കൊതിയോടെ അച്ഛൻ ഭാഗ്യവാൻ. അമ്മയും താങ്ക് യു സാർ, താങ്ക് യു. ഒരുപാട് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അത് നമ്മളെ മനസ്സ് നിറഞ്ഞു പോയി. അല്ല, നമുക്ക് എല്ലാവർക്കും ഭാഗ്യമല്ലേ കുഞ്ഞിന്റെ പാട്ട് ഇവിടെ കേൾക്കാനുള്ളത്. അതാണ് നമ്മളിൽ നിന്ന് എത്ര കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് പറ്റാത്തത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വന്നപ്പം മോക്കത് ഇങ്ങനെ നിൽക്കാൻ പറ്റിയപ്പോൾ നമുക്കൊന്നും ഇങ്ങനത്തെ ഒരു വേദിയിൽ വരാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ വന്നു. മ്യൂസിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കുന്നില്ല. ചിലർക്ക് അത് കിട്ടും. അതെങ്ങനെ കിട്ടുന്നെന്ന് നമുക്ക് അറിയുന്നുമില്ല. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെയാണ് അല്ലേ ചേട്ടാ? ശരിക്കും ജന്മസിദ്ധമാണ്. ജനിക്കുമ്പോഴേ ഈ മോള് മ്യൂസീഷ്യനാണ്, അതിൽ യാതൊരു സംശയമില്ല. ആ പാട്ട് മനസ്സിന്ന് പോകുന്നില്ല. അതിപ്പോഴും അവളുടെ ശബ്ദം അതെ, ഇങ്ങനെ നിൽക്കുകയാണ് മനസ്സിൽ. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതുമ്പിയോ മേഘനുംബരം, ഏതു വിമോഹതലങ്ങളിൽ ജീവിതനൗകയിതേറുമോ, ദൂരെ ദൂരെയായൻ തീരമില്ലയോ. അപ്പൊ ഇന്നത്തെ പാട്ടിന് നമ്മുടെ കുഞ്ഞിന് മാർക്കില്ല. അതെ. മാർക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 150 on 100. അങ്ങനെ പറയാം വേണമെങ്കിൽ. പോരട്ടെ ഒരു മധുരമഴ. ചിരി തൂകും കണ്ണഴകാൽ കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയാൽ ഈ മന്ദാരം ഒരു ചെങ്ങാത്തക്കനവോടെ കണ്ണൊഴിയേ പൂമ്പെണ്ണാളിൻ പുലർമഞ്ഞാളെ വരുകില്ലേ ഒന്നരികെ. ഇത്രയും മിഠായി എവിടെ കൊണ്ടുവയ്ക്കും? കഴിഞ്ഞ പ്രാവശ്യം കുട്ടി കുറെ എടുത്തു. അത് അല്ലേ? തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതുമ്പിയോ മേഘനുംബരം, ഏതു വിമോഹതലങ്ങളിൽ അങ്ങനെ ഒരുപാട് സന്തോഷമുള്ള ഒരു സമയം അല്ലേ? Yes. ഉള്ളൊരു മൊമെന്റിൽ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമ്പോ ഭയങ്കര സന്തോഷം. അത് ഭയങ്കര വിറ്റ്നസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അത് പ്രത്യേകിച്ച് ചേട്ടനോട് മിണ്ടുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഇനി ഇങ്ങനത്തെ മൊമെന്റ്സ് ഒത്തിരി ഉണ്ടാവട്ടെ അല്ലേ എം ജെ? ഞങ്ങളെ ഒരുപാട് ടോപ്പ് സിംഗർ വേദിയിലൂടെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി മൊമെന്റ്സ് ഉണ്ടാവാൻ പറ്റട്ടെ. ശിവകാമി കുട്ടിയുടെ ആദ്യത്തെ 100 ആദ്യത്തെ സെഞ്ചുറിയാണ്. ആദ്യത്തെ സെഞ്ചുറിയാണ്. ഇനി ഇങ്ങനെ ഒത്തിരി സെഞ്ചുറികൾ അടിക്കട്ടെ അല്ലേ? ഇനി അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും മോളെ?
ഇപ്പൊ 150 അല്ലേ 100-ല്, അടുത്തത് 200 കിട്ടും 100-ല്. മാർക്ക് ഇല്ലാണ്ടാവും ഇവിടെ തരാനായിട്ട്. അങ്ങനെ ഇത്രയും സന്തോഷമുള്ള ടോപ്പ് സിംഗറിന്റെ ഒരു എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല മൊമെന്റ്സും ഒരുപാട് നല്ല നല്ല പാട്ടുകളുമായിട്ട് നമ്മൾ നാളെ വീണ്ടും എത്തും ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ടീമുമായിട്ട്. തൽക്കാലത്തേക്ക് മാത്രം നമ്മുടെ പ്രേക്ഷകർക്ക് ടാറ്റാ ബൈ, സീ യു.